എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് മീനിൻ്റെ തലയും മുള്ളൊക്കെ വെച്ചിട്ട് നല്ലൊരു മീൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ മീൻ കറി തയ്യാറാക്കിയിരിക്കുന്നത് എൻ്റെ ചേച്ചിയാണ്. എൻ്റെ ഒമാനിൽ നിന്ന് എൻ്റെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് കൊടുത്തുവിടാൻ വേണ്ടി അച്ചാർ വേണമെന്ന് പറഞ്ഞായിരുന്നു, മീനിൻ്റെ അച്ചാർ. കടയിൽ പോയി ഞാനൊരു വലിയ ചൂര മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വെള്ളച്ചൂരയായിരുന്നു വാങ്ങിയിരുന്നത്. അപ്പോൾ അതിൻ്റെ തലയും മുള്ളൊക്കെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ കഷ്ണങ്ങളെല്ലാം എടുത്തിട്ട് നല്ലൊരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നാലെ കാണിക്കുന്നതായിരിക്കും. പിന്നെ തലയും മുള്ളും വെച്ച് ഒരു മീൻ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ചേച്ചി തന്നെ ഉണ്ടാക്കാം, ചേച്ചി അടിപൊളിയായിട്ട് മീൻ കറിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വന്ന അന്ന് മുതൽ എൻ്റെ കയ്യിലുള്ള ഫുഡായിരുന്നു ചേച്ചി കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ മീൻ കറി സ്പെഷ്യൽ ചേച്ചി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ചേച്ചി തന്നെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തു. അതിനുശേഷം ഒരു മൺചട്ടി ചൂടായ മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തി. എന്നിട്ട് പറഞ്ഞ് ഇതെല്ലാം നല്ലതുപോലെ ഗോൾഡൻ കളർ ആവുന്നതിന് ശേഷമേ മസാലപ്പൊടിയിൽ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ ഇതിലേക്ക് ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. 2-3 മിനിറ്റ് സമയം ചെറു തീയിലിട്ട് ചേച്ചി ഇത് നന്നായിട്ട് ഈ മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ നല്ലതുപോലെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എന്നോട് ചോദിച്ചു തക്കാളി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു തക്കാളി ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഒരു തക്കാളി എൻ്റേത് വാങ്ങിച്ചിട്ട് മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മുടെ മിക്സി കഴുകിയ വെള്ളവും 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. തക്കാളി അരച്ച് യോജിപ്പിച്ചത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു തക്കാളിയിലായിരിക്കും ഇന്നത്തെ മീൻ കറിയെന്ന്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, ഇതിനകത്ത് പിഴുപുളിയും കൂടെ ചേച്ചി ചേർക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതായ ആ തലയും മുള്ളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മീൻ ആവശ്യമായിട്ടുള്ള ചേച്ചി ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ അടപ്പടച്ച് വെച്ച് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ആദ്യം വേവിക്കാനായിട്ട് വെച്ചു. അതിനുശേഷം ചേച്ചി പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇത് ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് അടപ്പ് തുറന്നൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ മീനിൻ്റെ കഷ്ണങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് പൊടിഞ്ഞു പോകാൻ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഇത് മീനിൻ്റെ എല്ലും തലയും മുള്ളൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മീൻ കറിയിലെ കുറച്ച് വെള്ളം കൂടെ വറ്റാനുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞ് കുറച്ചും കൂടെ സമയം നമുക്കൊരു 5 മിനിറ്റ് അടപ്പ് തുറന്ന് വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിരിക്കാം. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. വെളിച്ചെണ്ണ കൊണ്ട് ഒഴിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് എന്ന് പറഞ്ഞു. പക്ഷേ സൂപ്പർ കറിയായിരുന്നു കേട്ടോ. ഈ വേവിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക ഒരു നല്ലൊരു മണവും അതിൻ്റെ രുചിയെല്ലാം അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് സമയം കൂടെ ഇതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കറിവേപ്പിലയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് എൻ്റെ ചേച്ചി എനിക്ക് റെഡിയാക്കി തന്നിരിക്കുന്നത്. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ നോക്കിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെയാണ് ചേച്ചി ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ എന്തോ നമ്മുടെ ഓരോരുത്തരുടെ കയ്യിലൊക്കെ പ്രത്യേക ഒരു കൈപ്പുണ്യം ഉണ്ടെന്ന് പറയത്തില്ലേ. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര കൈപ്പുണ്യമാണ്. അമ്മ എന്ത് ഉണ്ടാക്കിയാലും ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ എൻ്റെ ചേച്ചിക്കും കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് മീൻ കറിയായിരുന്നു കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഉടനെ വരുന്നവരെയും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ എനിക്ക് നല്ല മീൻ കറിയൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ചേച്ചി വീണ്ടും ഒമാനിലേക്ക് തിരിച്ചു പോയി. ഞാനും എൻ്റെ ഇളയ മോളുമാണ് ചേച്ചിയെ കൊണ്ടുവിടാൻ വേണ്ടി എയർപോർട്ടിലൊക്കെ പോയത്. അപ്പോൾ ഇതോടെ എൻ്റെ ചേച്ചിയുടെ വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് തീരുകയാണ്. അപ്പോൾ എല്ലാവർക്കും